വെൽക്കം ടു KT ഓൺലൈൻ സ്റ്റഡി ആപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗിലെ മോഡ്യൂൾ 4 ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മോഡ്യൂൾസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്, മോഡ്യൂൾ 3 ആൻഡ് 4. അതിൽ മോഡ്യൂൾ 4 ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഡ്യൂൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതായത് നോർമലി നമ്മളൊരു കൺസ്ട്രക്ഷൻ പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഒരു നോർമലി നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ നമ്മളിപ്പം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി കാണാത്ത സ്ഥലങ്ങളില്ല. അപ്പൊ നമുക്ക് പുറത്ത് തന്നെ നോക്കുമ്പോൾ പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, അപ്പൊ നമുക്കത് നമ്മുടെ സറൗണ്ടിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നോർമലി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറ്റിയിട്ടായിരിക്കും. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഇവിടെ നോക്കുന്നത്. ആ മെറ്റീരിയൽസിന്റെ തന്നെ യൂസസ് എന്തായിരിക്കും, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിനെ നമ്മൾ നോർമലി സൈറ്റിൽ ചെയ്യുന്ന ക്വാളിറ്റി ടെസ്റ്റുകൾ, ബേസിക് ടെസ്റ്റസ് എന്തൊക്കെയായിരിക്കും. കാരണം നമ്മൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്ട് ഫോക്കസ് ചെയ്യുന്നില്ല, എല്ലാത്തിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇലാബറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളോ കാര്യങ്ങളോ ഇവിടെ നമ്മൾ പറയുന്നില്ല. നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ബേസിക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു മോഡ്യൂൾ 4 കവർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് നമ്മൾ കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ സിലബസിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ബേസിക് ആയിട്ട് നമുക്കൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നമുക്കത് അറിയാം. ബ്രിക്ക്, സാൻഡ്, സ്റ്റോണ്, കോൺക്രീറ്റ്, സിമെന്റ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ കാണുന്ന മെറ്റീരിയൽസ്. അപ്പൊ അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ഈ മെറ്റീരിയൽസ്, അതായിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ എസ്പെഷ്യലി നമുക്ക് ഈ മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്രിക്ക്, സ്റ്റോണ്, സാൻഡ്, സിമെന്റ്, ഇത്രയും കാര്യങ്ങൾ, അതുപോലെ ടിമ്പർ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് കൺവെൻഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അപ്പൊ അതിനകത്ത് ഈ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിന്റെ ടെസ്റ്റ് എന്തൊക്കെയാണ്, യൂസസ്, ക്ലാസിഫിക്കേഷൻസ്, ഇത്രയുമായിരിക്കും നമുക്ക് നോക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസിൽ കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യാതെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വളരെ റെയർ ആണ്. അപ്പൊ ഈ പറയുന്ന ബ്രിക്ക്, ഇതെല്ലാം ഒരു കൺവെൻഷണൽ ടൈപ്പ് ആണ്. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒന്ന് ഇംപ്രൂവ് ചെയ്തപ്പോൾ നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യാത്ത, ഇവിടെ പല സ്ഥലങ്ങളും നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യാതെ ചെയ്യാറില്ല കൺസ്ട്രക്ഷൻസ്. അപ്പൊ സ്റ്റീൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ആ സ്റ്റീലിന്റെ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ്, അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റീൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു സ്റ്റീൽ മെമ്പറല്ല, നമുക്കിത് പല ഫോംസിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സ്റ്റീൽ സെക്ഷൻസ് ഏതൊക്കെ ഫോംസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, യൂസസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും സ്റ്റീലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് എന്ത്, സോയിൽ. സോയിലിനെ നമുക്കറിയാം, സോയിൽ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു മെറ്റീരിയൽ ആണ് സോയിൽ. അപ്പൊ സോയിലിന് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഒറിജിൻ ഓഫ് സോയില്, വെതറിങ്, ടൈപ്പ് ഓഫ് വെതറിങ്, ഇപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണെന്നുള്ളത് ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ടിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിമെന്റ് കോൺക്രീറ്റിനകത്ത് എന്തൊക്കെയാണ് സിമെന്റ് കോൺക്രീറ്റ്, അപ്പൊ സിമെന്റ് കോൺക്രീറ്റ് നാച്ചുറലി നമുക്ക് ഉണ്ടാകുകയും അല്ലെങ്കിൽ നമ്മുടെ ഒരു എർത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സറൗണ്ടിങ്ങിൽ നമുക്ക് ആ ഒരു ഫോമിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയൽ അല്ല. പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റം ആണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ ഒരു സിമെന്റ് കോൺക്രീറ്റ്. അപ്പൊ സിമെന്റ് കോൺക്രീറ്റിനകത്ത് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ടൈപ്സ് എന്തൊക്കെയാണ്, അത് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ കോൺക്രീറ്റിൽ തന്നെ നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതേ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇലാബറേറ്റ് ആയിട്ട് നോക്കാം. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറയുമ്പോൾ ഫ്രഷ് ആൻഡ് ഹാർഡൻഡ് 2 ടൈപ്പ് നമുക്ക് ഈ ഒരു സിമെന്റ് കോൺക്രീറ്റ് ഉണ്ട്, ഫ്രഷ് ആൻഡ് ഹാർഡൻഡ് കോൺക്രീറ്റ്. ഈ ഫ്രഷ് ആൻഡ് ഹാർഡൻഡ് കോൺക്രീറ്റിൽ നമുക്ക് രണ്ടിനും 2 പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ ഫ്രഷ് കോൺക്രീറ്റിലും ഹാർഡൻഡ് കോൺക്രീറ്റിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് സ്ലം ടെസ്റ്റ് ആൻഡ് ക്യൂബ് കംപ്രസീവ് ടെസ്റ്റ്. ബേസിക് ടെസ്റ്റ് ആണ്, നമ്മളല്ലാതെ വേറെ അധികം കുറെ ടെസ്റ്റുകളുണ്ട്. ബട്ട് നമ്മൾ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ ഫ്രഷ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണ് സ്ലം ടെസ്റ്റ്, ഹാർഡൻഡ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്. അപ്പൊ ആസ് പെർ IS കോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ IS കോഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ആയിരിക്കും. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടായിരിക്കും, ഈ ഒരു കോഡൽ പ്രൊവിഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ഒരു ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വാല്യൂസ് ഉണ്ട്.
അപ്പൊ നമ്മളിപ്പോ ഒരു കോൺക്രീറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും വാല്യൂ ലിമിറ്റിൽ വന്നിട്ടില്ല എങ്കിൽ നമുക്കതൊരു ക്വാളിറ്റി ടെസ്റ്റ് ആയിട്ട് നമുക്കത് കൂട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റ് ഇത് ആസ് പെർ നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടായിരിക്കത്തില്ല. അപ്പൊ അത് നമുക്ക് ഏതാണോ നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കേണ്ടത്, ആ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മോഡ്യൂൾ 4 ഈ ബേസിക്കലി കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് നോക്കാം, ബ്രിക്ക്. അപ്പൊ ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് എന്തെന്ന് പറയുന്നത്, ബ്രിക്ക് എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റെൻസീവ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത്, റിലയബിലിറ്റി, ലോ കോസ്റ്റ്. കാരണം നമുക്കറിയാം ബ്രിക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലോ കോസ്റ്റിലാണ്. സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൺവെൻഷണൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ് ബ്രിക്ക് എന്ന് പറയുന്നത്. അപ്പം ഓൾഡസ്റ്റ് മെറ്റീരിയലും അതുപോലെ കുറെ കൂടെ നമുക്ക് എക്കണോമിക്കൽ ആയതുകൊണ്ടായിരുന്നു ഈസി അവൈലബിലിറ്റി. അത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഈസി അവൈലബിലിറ്റി. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഈ ബ്രിക്ക് എങ്ങനെയാണ് നമ്മൾ മോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബ്രിക്കും നമുക്ക് നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഒരു സംഭവമല്ല, ബ്രിക്ക് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ടും ബ്രിക്സ് ആർ ഒബ്ടൈൻഡ് ബൈ മോൾഡിംഗ് ക്ലേ എന്ന് പറയുന്ന ഐറ്റം മാത്രം വെച്ചിട്ടല്ല, അത് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്തെ കമ്പോണൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നോർമലി നമ്മൾ പറയുമ്പോൾ ക്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെക്ടാംഗുലർ ബ്ലോക്കിൽ മോൾഡ് ചെയ്തെടുക്കുകയാണ് ബ്രിക്സിൽ നമ്മൾ ചെയ്യുന്നത്. ആസ് പെർ ഒരു യൂണിഫോം സൈസിലായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ദെൻ ബൈ ഡ്രൈയിങ് ആൻഡ് ബേണിംഗ് ദിസ് ബ്ലോക്ക് ഇൻ ബ്രിക്ക് കിലൻ. അതായത് കിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെർമൽ ഇൻസുലേറ്റർ എന്ന് പറയും. അപ്പൊ നമുക്ക് ഇപ്പം ഒരു ഓവൻ എന്ന് പറയത്തില്ല, ലൈക്ക് ഒരു ഓവൻ ആയിരിക്കും. അപ്പൊ ഓവനകത്ത് നമ്മൾ കേക്ക് എങ്ങനെയായിരിക്കും മോൾഡ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഏതാണോ ഷേപ്പ് വേണ്ട അതിനകത്തേക്ക് നമ്മുടെ മിക്സ്ചർ നമ്മൾ ആഡ് ചെയ്യുന്നു, അതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ച് നമ്മൾ അതിനെ ബേക്ക് ചെയ്തെടുക്കുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്രിക്കിന്റെ കേസിലും നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏതാണോ നമ്മുടെ റെക്ടാംഗുലർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ റെക്ടാംഗുലർ ബ്ലോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലേ മോൾഡ് ചെയ്യുന്നു. നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, ഈ ബ്രിക്ക് കിലൻസിലാണ് നമ്മൾ ഈ ഒരു ബ്രിക്ക് മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ കിലൻസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുകയായിരിക്കും ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ബ്രിക്സ് ആർ മെയ്ഡ് അപ്പ് ബേണിംഗ് ക്ലേ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഒരു ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബ്രിക്ക് ക്ലേ ബേൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോസിഷൻ. അപ്പം ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഒരു KTU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ബ്രിക്കിന്റെ കോമ്പോസിഷൻ എന്താണെന്നുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്കിനകത്ത് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്. അപ്പൊ അത് കമ്പോണൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ ഒരു എന്താണോ നമ്മുടെ കമ്പോണൻസ് അത് അതിന്റെ ക്വാണ്ടിറ്റിയിൽ തന്നെ വേണം. എത്രയ്ക്കാണോ നമ്മുടെ അതിന്റെ ലിമിറ്റിംഗ് ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയിൽ എക്സീഡ് ആവാനും പാടില്ല, അതിൽ കുറയാനും പാടില്ല. ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഗുഡ് ബ്രിക്കിനെ നമ്മൾ ഫോം ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, ലൈം, ആൽക്കലി ആൻഡ് ഓർഗാനിക് മാറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് വേണ്ടത്. അത് നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ തന്നെ വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഗുഡ് ബ്രിക്ക് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കമ്പോണന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വേണ്ടത് സിലിക്ക ആയിരിക്കും. സിലിക്ക അറൌണ്ട് ഒരു 50 to 60% ആയിരിക്കും അതിന്റെ കമ്പോസിഷൻ വേണ്ടത്. അപ്പൊ മെയിൻ ആയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു കമ്പോണന്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിനെ എന്തൊക്കെ ബ്രിക്കിനെ നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ സിലിക്ക വേണം, ഒരു ഗുഡ് ബ്രിക്കിനാണെങ്കിൽ അറൌണ്ട് 50 to 60% ആയിരിക്കും സിലിക്ക വേണ്ടത്. മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സിലിക്ക എന്തിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു, ഷ്രിങ്കിങ്, ക്രാക്കിങ്, വാർപ്പിങ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതെന്താണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ഗുഡ് ബ്രിക്കിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഗുഡ് ബ്രിക്കിന് ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ഗുഡ് ബ്രിക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സിലിക്ക കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഷ്രിങ്കിങ് ഉണ്ടാകും, ക്രാക്കിംഗ് ഉണ്ടാകും, വാർപ്പിംഗ് ഉണ്ടാകും. അപ്പം ക്രാക്കിങ്ങും ഷ്രിങ്കേജും എന്ന് പറഞ്ഞാൽ നമുക്ക് പേരിൽ തന്നെ നമുക്ക് നോർമലി അറിയാം. അതായത് നമ്മളിപ്പോ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒരിക്കലും നമ്മൾ ക്രാക്ഡ് ആയിട്ടുള്ള ഒരു ബ്രിക്ക് യൂസ് ചെയ്യുന്ന എവിടെയെങ്കിലും നമ്മൾ കാണാറുണ്ടോ? ഇല്ല. ക്രാക്ക് ഫ്രീ ആയിട്ടുള്ളതും അതേപോലെ ഷ്രിങ്കേജ് ഉണ്ടാകാൻ പാടില്ല, അത് പ്രോപ്പർ ഷേപ്പിലായിരിക്കണം. അപ്പൊ പ്രോപ്പർ ഷേപ്പ് നമ്മളിപ്പോ ഇതിന് അറിയാം, ഒരുപാട് ബ്രിക്സ് അടുക്കി വെച്ചിട്ടാണ് നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വോൾ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ലോഡ് വരുന്നതിനനുസരിച്ചിട്ട് എന്തായിരിക്കും, അവിടെ ക്രാക്കിംഗ് വരാൻ പാടില്ല, ഷ്രിങ്കേജ്. ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടാവും, ആ ഷേപ്പിൽ
കുറയാൻ പാടില്ല. ഇപ്പം അതിനകത്ത് ലോഡ് വരുമ്പോഴത്തേ അവിടെ ഒരു ഷ്രിങ്കിങ് ഉണ്ടാവാൻ പാടില്ല. വാർപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേ ആ ഷേപ്പിന് ചേഞ്ച് ഒന്നും ഉണ്ടാവാനും പാടില്ല. അപ്പം ഈ സിലിക്ക കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിലിക്ക. നെക്സ്റ്റ് വേണ്ടത് അലൂമിന, അറൌണ്ട് 20-30% ആണ്. ഇറ്റ് ഇമ്പാർട്സ് പ്ലാസ്റ്റിസിറ്റി ടു ബ്രിക്ക്. അപ്പൊ അതായത് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്കിപ്പോ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും, ആ ഒരു വസ്തു അല്ലെങ്കിൽ ഇപ്പൊ ഏതാണോ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ഷേപ്പിന് ചേഞ്ച് വരാതെ തന്നെ നമുക്ക് ആ ഒരു ഫോഴ്സിനെ എടുക്കാൻ പറ്റണം. ഇപ്പൊ ഇലാസ്റ്റിസിറ്റി, രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് സാധാരണ, ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മളിപ്പോ അതിനെ വലിച്ചിട്ട് നമ്മൾ വിടുമ്പോൾ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ച് റീഗെയിൻ ചെയ്ത് വരുന്നു, അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നു. പ്ലാസ്റ്റിസിറ്റി അങ്ങനെ ആയിരിക്കത്തില്ല, നമുക്ക് വൺസ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, അവിടെ ആ ഒരു ഷേപ്പിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇലാസ്റ്റിസിറ്റി തിരിച്ച് ആ ഒരു ഷേപ്പിലേക്ക് വരും. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് ഫോമിന് ചേഞ്ച് വരാതെ തന്നെ നമുക്ക് ആ ലോഡ് എടുക്കാൻ പറ്റും. അപ്പം പ്ലാസ്റ്റിസിറ്റി ബ്രിക്കിന് ഇമ്പാർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ എക്സസ് എമൗണ്ട് ഓഫ് കോസസ് ക്രാക്കും വാർപ്പിങ്ങും നമുക്ക് എക്സസ് ആയിട്ട് ഉണ്ടാവുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും അലൂമിന ഹെൽപ്പ് ചെയ്യുന്നു. ബട്ട് ഇതിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, 20-30% ആയിരിക്കും. നെക്സ്റ്റ് അയൺ ഓക്സൈഡ് 5-6%. ഇതിന് വേറെ അധികം പ്രോപ്പർട്ടീസ് ഒന്നും പറയുന്നില്ല. ഇറ്റ് ഇമ്പാർട്സ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അയൺ ഓക്സൈഡ്. Then മഗ്നീഷ്യ ലെസ് ദാൻ 2% മാത്രമേ ഉള്ളൂ. ഇത് ഡിക്രീസസ് ഷ്രിങ്കേജ് ആയിരിക്കും. ദെൻ ലൈം അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആണ്, അതും ലെസ് ദാൻ 5% ആണ്, റെഡ്യൂസസ് ഷ്രിങ്കേജ്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രിക്കിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി ഷ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഷ്രിങ്കിങ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള എല്ലാ കമ്പോണൻസിന്റെയും ഒരു യൂസ് അതായിരിക്കും. നെക്സ്റ്റ് ആൽക്കലി ആൻഡ് ഓർഗാനിക് മാറ്റർ സ്മോൾ ക്വാണ്ടിറ്റി, വളരെ ട്രേസസ് എമൗണ്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഹെൽപ്പ് ബേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആൽക്കലി ആൻഡ് ഓർഗാനിക് മാറ്റേഴ്സ്. അപ്പം മെയിൻ ആയിട്ട് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. കമ്പോസിഷൻ ഓഫ് എ ഗുഡ് ബ്രിക്ക്, ഈ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റീസ് എന്താണ്, ഇത് എന്തിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ബ്രിക്ക്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്രിക്കിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. ബ്രിക്ക് ഷുഡ് ഹാവ് എ പെർഫെക്റ്റ് എഡ്ജസ്. ഒരു നല്ല ബ്രിക്കിന് പെർഫെക്റ്റ് എഡ്ജസ് ഉണ്ടാകണം. അതിന്റെ കോപ്പർ കളേർഡ്, ഇപ്പൊ നമുക്ക് കളർ വ്യത്യാസമുള്ള ഒരു ബ്രിക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് അല്ല എന്നുള്ളത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കമ്പോണൻസ് അല്ലെങ്കിൽ കോമ്പോസിഷൻ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിന്റെ ഇതായിട്ട് നമുക്ക് ഈ കളർ മാറ്റം വരാം. അപ്പം നോർമലി ഒരു ഗുഡ് ബ്രിക്കിന്റെ പ്രോപ്പർട്ടീസ് പെർഫെക്റ്റ് എഡ്ജസ്, കോപ്പർ കളേർഡ്, ഫ്രീ ഫ്രം ക്രാക്സ്, ഇത്രയും ആയിരിക്കും. നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി യൂണിഫോം ഇൻ ഷേപ്പിൽ യൂണിഫോം ആയിരിക്കും ആൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും. ഇതിന് നമുക്കൊരു ബ്രിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്, അതെന്താണെന്നുള്ള ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. അപ്പം നോർമലി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് ഷേപ്പ്, എഡ്ജസ് എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, അതേപോലെ ക്രാക്ക് ഫ്രീ ആയിരിക്കണം. നെക്സ്റ്റ് യൂണിഫോം ഇൻ ഷേപ്പ് ആൻഡ് ഓഫ് സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും കളർ ഷുഡ് ബി യൂണിഫോം, എല്ലായിടത്തും ഒരേ കളർ ആയിരിക്കണം, യൂണിഫോം ആയിട്ടായിരിക്കണം കളർ, അതേപോലെ തന്നെ ബ്രൈറ്റ് ആയിരിക്കണം. അതായിരിക്കും മൂന്നാമത്തെ പ്രോപ്പർട്ടീസ്. നാലാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് എ ക്ലിയർ റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക് വിത്ത് ഈച്ച് അതർ. അതായത് നമ്മൾ രണ്ട് ബ്രിക്സ് എടുത്ത് അടിക്കുമ്പോൾ ഒരു റിംഗിങ് സൗണ്ട് കേൾക്കണം. അപ്പൊ നമുക്ക് നമ്മൾ സൈറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആ റിംഗിങ് സൗണ്ട്, നല്ലൊരു ക്വാളിറ്റി ബ്രിക്ക് ആണെങ്കിൽ നമുക്ക് ആ റിംഗിങ് സൗണ്ട് കേൾക്കാൻ പറ്റും. അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി. ദെൻ ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റിയെ പറ്റിയാണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ വാട്ടർ അബ്സോർപ്ഷനെ ബേസ് ചെയ്തിട്ട് ബ്രിക്കിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക്. അതിപ്പോ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ബ്രിക്കിന്റെ ഡീറ്റെയിൽസ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സ്ലൈഡിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് മുന്നേ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് എന്നുള്ള സ്ലൈഡ് ഞാൻ എടുക്കാം. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, 3 ക്ലാസ്സസ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് ദ റിക്വയർമെന്റ്സ്. അതായത് നോർമലി ഒരു ഗുഡ് സ്റ്റാൻഡേർഡ് ബ്രിക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരെയാണ്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ സാധാരണ നമ്മളൊരു നല്ലൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എല്ലാ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലും നമ്മൾ കോമൺ ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമുക്കൊരു വലിയ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിനകത്ത് അല്ലാത്തതായിരിക്കും നമ്മൾ ഈ സാധാരണ ബ്രിക്കുകൾ അല്ലാതെ യൂസ് ചെയ്യുന്നത്. നോർമലി നമുക്ക് മേജർ ആയിട്ടുള്ള എല്ലാ വർക്കുകളിലും ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഗുഡ് സ്റ്റാൻഡേർഡ് ബ്രിക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഷുഡ് മെയ്ഡ് ഓഫ് എ റെഗുലർ ഗുഡ് എർത്ത്, thoroughly burned and have റെഗുലർ ഷേപ്പ് ആൻഡ് യൂണിഫോം റെഡിഷ് കളർ. അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിന്റെ ഒരു പ്രോപ്പർട്ടി പറയാനാണെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി. അതായത് നമ്മൾ ഈ ഒരു ബ്രിക്ക് വെള്ളത്തിൽ മുക്കിയിടുമ്പോൾ ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ
it should absorb അല്ലെങ്കിൽ നോട്ട് അബ്സോർബ് മോർ ദാൻ 20% ഓഫ് ഇറ്റ്സ് ഡ്രൈ വെയിറ്റ്. അതായത് നമ്മളിപ്പോ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ബ്രിക്ക് വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കി കഴിയുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് വാട്ടർ അബ്സോർബ് ചെയ്യും ഈ ബ്രിക്ക്. കാരണം ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു പോറസ് ആണ്. അതായത് ഇത്രയും മെറ്റീരിയൽസ് ഇതൊരു പോറസ് മെറ്റീരിയൽ ആണ്. അതിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഇപ്പൊ വെള്ളം ഇതിനകത്തേക്ക് അബ്സോർബ് ആകും. പക്ഷെ അബ്സോർബ് ആകുന്ന വെള്ളത്തിന്റെ എമൗണ്ട് നോട്ട് അബ്സോർബ് മോർ ദാൻ 20%. നമ്മൾ എടുത്തേക്കുന്ന വെള്ളത്തിന്റെ 20%-നും കൂടുതൽ വെള്ളം അബ്സോർബ് ആവാൻ പാടില്ല. അങ്ങനത്തെ ബ്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്. പിന്നെ നമ്മൾ ഈ ഒരു വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു ബേസിക് ടെസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ബ്രിക്ക് ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈറ്റിൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ബേസിക് ടെസ്റ്റ് ആണ് ഈ ഒരു വാട്ടർ അബ്സോർപ്ഷൻ. അപ്പൊ ഈ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ഫോർ 24 hours ആണ്. എത്ര നേരത്തേക്കാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ 24 hours-ലേക്ക് ഈ വെള്ളത്തില് ബ്രിക്ക് മുക്കിയിടുമ്പോൾ 20%-ലധികം വെള്ളം അബ്സോർബ് ചെയ്യാൻ ആ ബ്രിക്ക് പാടില്ല. അങ്ങനെയുള്ളതിനെയാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ബ്രിക്സ് ആർ മോൾഡ് ഓൺ ഗ്രൗണ്ടിലാണ് മോൾഡ് ചെയ്യുന്നത്. ദെൻ ബേൺഡ് ഇൻ കിലൻ ആയിരിക്കും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളൊരു അതിനൊരു പ്രോസസ്സ് ഉണ്ടാകും. അതായത് നമ്മുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓവൻ സെറ്റപ്പിലായിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ മോൾഡ് ചെയ്ത് ബേണിങ് എല്ലാം ഡ്രൈയിങ്ങും എല്ലാം ആ ഒരു കിലനിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ഗ്രൗണ്ടിൽ മോൾഡ് ചെയ്തിട്ട് ബേണിങ് മാത്രമായിരിക്കും നമ്മൾ കിലനിൽ ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഇതൊരു ക്ലാസ് ഒന്ന് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് ക്ലിയർ ആവും. സെക്കൻഡ് ക്ലാസ് ബ്രിക്കിലേക്ക് വരും. ഇപ്പൊ സർഫസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് റഫ് ആയിരിക്കും, അതേപോലെ തന്നെ ഇറഗുലർ ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതായത് അത്ര ഇങ്ങോട്ടൊരു ക്വാളിറ്റി സൈഡിലേക്ക് വരത്തില്ല സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. കുറച്ച് ഇറഗുലർ ആയിട്ടും അതേപോലെ സർഫസ് കുറച്ച് റഫും ആയിരിക്കും. പിന്നെ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫോർ 24 hours നമ്മൾ ആ ഒരു ഇമേഴ്സ് ചെയ്തെടുക്കുമ്പോൾ വാട്ടർ അബ്സോർപ്ഷന്റെ കപ്പാസിറ്റി നോട്ട് മോർ ദാൻ 22% ഓഫ് ഇറ്റ്സ് ഡ്രൈ വെയിറ്റ് എന്നാണ് പറയുന്നത്. മറ്റേ 20% ആയിരുന്നു. സെക്കൻഡ് ക്ലാസ് ആകുമ്പോൾ 22%-ലേക്ക് വരും. അതാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്റെ. തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഹാർഡ്, അത്ര ഹാർഡ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ റഫ് സർഫസസ് വിത്ത് ഇറഗുലർ എഡ്ജസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഹാഫ് ബേൺഡ് ബ്രിക്സ് ആയിരിക്കും. അത്ര ഈ പറഞ്ഞ ഫുള്ളി ബേൺഡ് ആയിരിക്കത്തില്ല, ഹാഫ് ബേൺഡ് ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോട്ട് മോർ ദാൻ 25%. അതായത് വെള്ളത്തിന്റെ അബ്സോർപ്ഷൻ, അതായത് വെള്ളം വലിച്ചെടുക്കുന്നത് കുറച്ച് കൂടുതലായിരിക്കും അവിടെ. അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇതിനകത്തെ ഒരു കമ്പോസിഷൻ എന്താണ് ബ്രിക്കിന്റെ കേസിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേരുന്ന ഒരു ബേസിക് ടെസ്റ്റ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റിന്റെ ബേസിസിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇതിനകത്തുള്ള ടൈപ്സ് ഓഫ് ബ്രിക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രോപ്പർട്ടീസ് ആയിരുന്നു. അപ്പൊ പ്രോപ്പർട്ടീസിൽ തന്നെ നമ്മൾ 5ാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞതിന്റെ ബേസിസിലാണ് ഞാൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യമായി എടുത്തത്. ഓക്കെ, അപ്പൊ 5th പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ പ്രോപ്പർട്ടി. അത് 3 ക്ലാസ് ബ്രിക്കിന് 3 തരത്തിലായിരിക്കും വാട്ടർ അബ്സോർപ്ഷൻ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് നോട്ട് മോർ ദാൻ 20% ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ആയിരിക്കും. സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന് 22%-ൽ കൂടുതലാവാൻ പാടില്ല വാട്ടർ അബ്സോർപ്ഷൻ. തേർഡ് ക്ലാസ് ബ്രിക്കിന് എത്രയായിരിക്കും? 24%-ൽ കൂടുതലാവാൻ പാടില്ല. അപ്പം ഫോർ 24 hours-ലേക്കായിരിക്കും നമ്മൾ ഈ ടെസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്രിക്ക് ഷുഡ് ബി സഫിഷ്യന്റ്ലി ഹാർഡ്. അതായത് 6ാമത്തെ പ്രോപ്പർട്ടിയാണ് സഫിഷ്യന്റ്. ഒരുപാട് അങ്ങ് കൂടുതൽ ഹാർഡ് ആവാനും പാടില്ല, ഒരുപാട് അങ്ങ് ഹാർഡ്നെസ് കുറയാനും പാടില്ല. ഒരു സഫിഷ്യന്റ് ഹാർഡ്നെസ്സിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഹാർഡ് ആയിട്ടായിരിക്കണം ബ്രിക്ക് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഹാർഡ് ആവാൻ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിനകത്ത് ഒരു നെയിൽ ഇംപ്രഷൻ, നമ്മളിപ്പം നമ്മുടെ നെയിൽസ് ഒന്ന് ജസ്റ്റ് ഇംപ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും അതിന്റെ ഇംപ്രഷൻ അവിടെ പതിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ആണ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് സഫിഷ്യന്റ്ലി ഹാർഡ് എന്ന് പറയുന്നത്. 6th പ്രോപ്പർട്ടി. 7th പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ബ്രേക്ക് വെൻ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 meter. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ബേസിക് ടെസ്റ്റ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഈ വാട്ടർ അബ്സോർപ്ഷനും അതേപോലെ ഈ ഫോളിംഗ് ടെക്നിക്കും ആണ് നമ്മൾ സാധാരണ സൈറ്റിൽ ചെയ്യുന്നത്. അതായത് ഒരു 1 meter ഹൈറ്റിൽ നിന്ന് നമ്മൾ ബ്രിക്കിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ബ്രിക്ക് എന്തായിരിക്കരുത്, പൊടിഞ്ഞു പോകാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്കതിനെ ബ്രേക്ക് ആവാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു ക്വാളിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഷുഡ് നോട്ട് ബ്രേക്ക് വെൻ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 meter. അതാണ് 7th പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. 8th പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് ഷോ എനി വൈറ്റ് ഓർ ഗ്രേ കളർ. അതായത് നമ്മളിപ്പോ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ വെള്ളത്തിനകത്ത് ചിലപ്പോൾ സോൾട്ടിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടാകും. ഈ സോൾട്ടിന്റെ പ്രസൻസ് ഒക്കെ കാരണം ബ്രിക്കിനകത്ത് ഒരിക്കലും ഒരു വൈറ്റ് ഓർ ഗ്രേ പാച്ചസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി പറയുന്നത് വെള്ളത്തിനകത്തുള്ള സോളിഡ്സ് അല്ലെങ്കിൽ സോൾട്ട് ഈ
നമ്മുടെ ബ്രിക്കിന്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ സോൾട്ടിന്റെ പ്രസൻസ് വരുമ്പോഴായിരിക്കും എപ്പോഴും ഒരു വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ കളർ ഉണ്ടാവാനുള്ള ഒരു ചാൻസ്. ആ ഒരു പ്രോപ്പർട്ടി പറയുന്ന പേരാണ് എഫ്ലോറസൻസ്. അപ്പൊ ഒരിക്കലും എഫ്ലോറസൻസ് എന്തായിരിക്കരുത്, ബ്രിക്ക് ഷോ ചെയ്യാൻ പാടില്ല, ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ഷോ ചെയ്യാൻ പാടില്ല. 9th പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എ ക്രഷിംഗ് സ്ട്രെങ്ത് ബിലോ 5.5. അതായത് നമ്മളിപ്പം ഒരു ബേസിക് ടെസ്റ്റ് ചെയ്യുന്നതാണ് ക്രഷിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ലോഡ് കൊടുക്കും, അതായത് ഈ ബ്രിക്കിനെ നമ്മളിപ്പോ അത് എന്താണ് ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ കോൺക്രീറ്റ് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറയാം. അപ്പൊ ഇപ്പൊ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബ്രിക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് അവിടെ ലോഡ് കൊടുക്കുകയാണ്. ലോഡ് കൊടുക്കുമ്പോഴത്തേ ഒരു പെർട്ടിക്കുലർ ലോഡ് ക്വാണ്ടിറ്റി ഉള്ള ഒരു ലോഡേ പറ്റുള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ബ്രിക്ക് ക്രഷ് ചെയ്ത് പോകും. അപ്പം എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ലോഡ്, നമ്മൾ കൊടുക്കുന്ന ലോഡ്, അതായത് ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കരുത്, 5.5 ബിലോ ആവാൻ പാടില്ല. അപ്പൊ അത് ബേസിക്കലി നമുക്ക് വേണ്ട ഒരു ബേസിക് വാല്യൂ ആണ്. 5.5 കുറഞ്ഞിട്ടാണ് നമ്മുടെ ക്രഷിംഗ് സ്ട്രെങ്ത് വരുന്നതെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഇത്രയുമാണ്, അതായത് 9 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് വരുന്നത്, പ്രോപ്പർട്ടീസ് കാറ്റഗറിയിൽ വരുന്നത്. ബട്ട് ഇതില് നമുക്കിപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 9 പ്രോപ്പർട്ടീസ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു 4 or 5 പ്രോപ്പർട്ടീസ് മതിയായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 6 പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം ഇത്രയുമാണ് ഒരു ക്വാളിറ്റി ബ്രിക്കിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിനി ഇതിനകത്ത് വരുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടാകും. ആ സ്റ്റാൻഡേർഡ് സൈസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സ്റ്റാൻഡേർഡ് സൈസ് എന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഒരു സൈസ് ഓഫ് ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ 19x9x9 സെന്റിമീറ്റർ ആയിരിക്കും സ്റ്റാൻഡേർഡ് സൈസ്. അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ് സൈസിന് പറയുന്ന പേരാണെങ്കിൽ, സ്റ്റാൻഡേർഡ് സൈസ് വരുന്ന ബ്രിക്കുകളെ നമ്മൾ പറയുന്ന പേരാണ്, ദിസ് ടൈപ്പ് ഓഫ് ബ്രിക്ക് ഇസ് നോൺ ആസ് മോഡുലാർ ബ്രിക്ക് എന്ന് പറയും. ഈ മോഡുലാർ ബ്രിക്ക് എന്താണെന്നുള്ള ഒരു 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ മോഡുലാർ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ സൈസ് ഓഫ് സ്റ്റാൻഡേർഡ് സൈസ്, ദാറ്റ് ഈസ് 19x9x9 സെന്റിമീറ്റർ ആയിരിക്കണം. നെക്സ്റ്റ്, ഈ മോഡുലാർ ബ്രിക്കിനകത്തേക്ക് നമ്മൾ മോർട്ടാർ തിക്നെസ്സും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഈ ബ്രിക്ക് അടുക്കി വെക്കുക, ഒരു ബ്രിക്ക് വെക്കുന്നു, അടുത്തൊരു ബ്രിക്ക്, 2 ബ്രിക്കും കൂടെ ഒരുമിച്ച് ചേർത്തായിരിക്കത്തില്ല വെക്കുന്നത്. അതായത് നമുക്കിപ്പോ ഒരു സാൻഡ്വിച്ച് പോലെ ആയിരിക്കും. ബ്രിക്ക് തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ഒരു ടെക്നിക്കൽ, അതായത് നമ്മുടെ ഈ ഒരു സൈറ്റിലെ ടേം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചാന്തൻ നമ്മൾ പറയും. ഓക്കെ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചാന്ത് വെക്കുക എന്ന് പറയും. ചാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സാൻഡും സിമെന്റും കൂടെ ഉള്ള ഒരു പേസ്റ്റ് ആണ് ഈ ചാന്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മോർട്ടർ. അപ്പൊ ഈ മോർട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 2 ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രിക്സ് തമ്മിലൊന്ന് ജോയിൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോർട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ മോർട്ടർ തിക്നെസ്സും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ ബ്രിക്കിന്റെ ഇടയ്ക്ക് 2 ബ്രിക്കിന്റെ ഇടയ്ക്ക് മോർട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതിന്റെ തിക്നെസ്സും കൂടെ വരും. അപ്പൊ ആ തിക്നെസ്സും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസിന് കുറച്ച് വ്യത്യാസം വരും. അതായത് ഇതിന്റെ കൂടെ നമ്മളൊരു 1 സെന്റിമീറ്ററും കൂടെ കൂടുതൽ വരും. അപ്പൊ ഈ 9ന്റെ കൂടെ 1 സെന്റിമീറ്റർ, 9ന്റെ കൂടെ 1 സെന്റിമീറ്റർ, 9ന്റെ കൂടെ 1 സെന്റിമീറ്റർ, എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഒരു മോർട്ടർ ആഡ് ചെയ്യും 1 സെന്റിമീറ്റർ. അപ്പൊ എന്തായിരിക്കും വരുന്നത്, നമ്മുടെ മോഡുലാർ അല്ലെങ്കിൽ നമ്മുടെ മോഡുലാർ ബ്രിക്കിന്റെ സൈസ് 20x10x10 സെന്റിമീറ്ററിലേക്ക് വരും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് നോമിനൽ സൈസ്. ഇത് ഒരു PSC ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു, അതായത് നമ്മുടെ ബേസിക് ഓവർസിയർ ലെവൽ ക്വസ്റ്റൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതായത് അത്രയും ഇൻട്രൊഡക്ഷൻ ഇതിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. എന്താണ് മോഡുലാർ ബ്രിക്ക്, എന്താണ് നോമിനൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സ്റ്റാൻഡേർഡ് സൈസ് 19x9x9 നോമിനൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ മോർട്ടർ തിക്നെസ് 1 സെന്റിമീറ്റർ കൂടെ ആഡ് ചെയ്യുമ്പോൾ 20x10x10 ആയിരിക്കും. പിന്നെ നമുക്ക് അറിയേണ്ട ഒരു ബേസിക് ടേം ആണെങ്കിൽ ബേസിക് ഒരു ഇൻഫർമേഷൻ ആണ് ആവറേജ് വെയിറ്റ് ഓഫ് എ ബ്രിക്ക്. അതായത് അറൌണ്ട് 3 to 3.5 kg ആയിരിക്കും ഒരു സൈസ്, ഒരു ബ്രിക്കിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ബ്രിക്കിന്റെ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ലെങ്ത്, ഇത് അതിന്റെ വിഡ്ത്ത്, ഈ കാണുന്ന അതിന്റെ ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ഈ എല്ലാ സ്ഥലത്തും നമ്മുടെ മോർട്ടർ ആഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് തിക്നെസ് ഒരു 1 സെന്റിമീറ്റർ കൂടുതലും കൂടെ അതിന്റെ കൂടെ വരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻസ്, ഇത്രയും ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ദെൻ തേർഡ് ക്ലാസ്. ഇത്രയും ബ്രിക്സിന്റെ ക്ലാസിഫിക്കേഷൻസിലൂടെ കഴിയുമ്പോൾ നമ്മുടെ ബ്രിക്കിന്റെ ടോപ്പിക് നമ്മൾക്ക് അവിടെ കവർ ചെയ്തു.